കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തും അതുപോലെ ഫേസ്ബുക്കിനകത്തും കാണുന്നൊരു ഒരു മുഖമാണിത്. ഞാൻ ആലോചിച്ചത് എന്താണ് സംഭവം. റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ രജീഷ് എന്നാണ്. 38 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹത്തിൻ്റെ സ്വദേശം കുമളിയാണ്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ബസ്സിലെ ഒരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തൊരു പുള്ളിയായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി, സൂസൈഡ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഭയങ്കര വിഷമമായി പോയി. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചാണ്. ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. പിന്നെ ആ കുഞ്ഞ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തോളം അവർ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ 2 വർഷം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഗൾഫിലോട്ട് വിദേശ രാജ്യത്തോടെ ഗൾഫിലോട്ട് പോയി. അതിനുശേഷം അദ്ദേഹം അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ വേറെ ആളുമായിട്ട് ഈ പുള്ളിക്കാരിക്കൊരു ബന്ധമുണ്ട്. അവർ വിവാഹം കഴിച്ചെന്നോ അതുപോലെ റിലേഷനാണുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ടും സ്റ്റിൽ അദ്ദേഹം ആ സ്വന്തം കുഞ്ഞിനെ പൊന്നുപോലെ നോക്കി. 8 വർഷത്തോളം കാലം അദ്ദേഹം ആ കുഞ്ഞിന് ഒരു കുറവും വരുത്താതെ, സ്വന്തം കുഞ്ഞിനെ ഒരു കുറവും വരുത്താതെ ഒരു അച്ഛനായിട്ട് ഒരു അമ്മയായിട്ട് അദ്ദേഹം വളർത്തി. ലാസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്ത്രീ, അതായത് ഇദ്ദേഹം കല്യാണം കഴിച്ച് ആ ഭാര്യ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലീഗലി മൂവ് ചെയ്തിട്ട്, അതായത് കോടതി മുഖേനൊക്കെ മൂവ് ചെയ്തിട്ട് കോർട്ട് ഓർഡർ വെച്ചിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി. ഇദ്ദേഹം ഇത്രയൊക്കെ സഹിച്ചായിരുന്നു. കാരണം കല്യാണം കഴിച്ച പെണ്ണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ചതിച്ചിട്ട് പോയി. എന്നിട്ട് പോലും അദ്ദേഹം കുഞ്ഞിനെ ഇത്രമേലും ഒരു കുറവ് വരുത്താണ്ട് അദ്ദേഹം വളർത്തി വലുതാക്കി 8 വർഷത്തോളം കാലം. പക്ഷേ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലായിരുന്നു. സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ആ ഒരു എന്താ പറയുക, വിഷമത്തിലൂടെ കടന്നു പോയതുകൊണ്ട് അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൂസൈഡ് ചെയ്തു. എന്തായാലും നമ്മുടെ നിയമങ്ങളിങ്ങനെ സ്വന്തം അച്ഛനടുത്ത് ഇത്ര നന്നായിട്ട് വളരുന്ന ഒരു കുഞ്ഞായിരുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ അത് രണ്ടാനച്ഛനടുത്തോട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി. അതിന് നമ്മുടെ നിയമം ഇതിലൊക്കെ എങ്ങനെയാണ് ഒരു ആസ് എ ഹ്യൂമൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലീഗലി ഓക്കെ, അത് ഓക്കെ ആയിരിക്കും. ബട്ട് ആസ് എ ഹ്യൂമൻ, എന്താ പറയുക, ബേസിക്കായിട്ടൊരു ഹ്യൂമൻ നമുക്കൊരു മനുഷ്യത്വപരമായ കാര്യങ്ങളുണ്ടാവില്ല. അത് വെച്ചിട്ട് എങ്ങനെയാണ് ആ കുഞ്ഞിനെ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ട് പുള്ളിനെ കാണാൻ നല്ലൊരു ഐശ്വര്യം ഒക്കെ ഉള്ളൊരു, അദ്ദേഹത്തിൻ്റെ ചിരി നല്ലൊരു ഐശ്വര്യമുള്ള നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ചിരിച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ചിരിക്കുന്നവരും അതിലേറെ വിഷമിക്കുന്ന